ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുരുമുളക് ഗവേഷണ കേന്ദ്രം ജൈവ വൈവിധ്യ ബോർഡ് പദ്ധതിയുടെ ഭാഗമായി അവബോധ ക്ലാസും തൈ വിതരണവും സംഘടിപ്പിച്ചു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കാലാവസ്ഥയ്ക്കും നമ്മുടെ നല്ല ഭാവിക്കും എന്ന വിഷയത്തിൽ ചെറുപുഴ തട്ടുമൽ സാംസ്കാരിക നിലയത്തിലായിരുന്നു പരിപാടി. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ സഞ്ജു ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ക്ലാസിന് നേതൃത്വം നൽകുകയും ചെയ്തു. ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുരേഷ് മേലേത്ത്, രാധാകൃഷ്ണൻ കെ എന്നിവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ക്ലാസ്സിൽ വിശദീകരിച്ചു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തതും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ശേഷിയുള്ളതുമായ P8, പന്നിയൂർ 8 എന്നീ കുരുമുളക് ഇനങ്ങളുടെ തൈകളും വാം ജൈവവളവും ചടങ്ങിൽ കർഷകർക്ക് വിതരണം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര കൃഷിരീതികളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി കർഷകരും പൊതുജനങ്ങളും പങ്കെടുത്തു. മുഴുവൻ ആൾക്കാർക്കും നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നത്. അപ്പൊ ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി സഞ്ജു മേഡത്തെ ക്ഷണിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഒന്ന് കേട്ടർ വന്നിട്ട് ഏറ്റുവാങ്ങും. പിന്നെ രണ്ടുപേരും ടീച്ചർ എന്ന് പറയുന്നത് 3 കൊല്ലമായി ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലേക്ക് കുട്ടിക്കുമ്പോൾ അത് ക്യാൻസർ ആവുന്ന പറയുന്നത്. പക്ഷെ ക്യാൻസറിന് ഞാൻ ഈ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ വെള്ളം കുട്ടിയേക്ക് ആ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലിന് ഒരു രൂപമാറ്റം സംഭവിക്കുന്നത്. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ.
മുത്തശ്ശിക്ക് ഇത് ആര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും ആരുടെയാ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.